റോസ്മേരി കുറച്ച് ഗ്ലാസ് വെള്ളം കിടത്തി. ആ എല്ലാരും ഉണ്ടല്ലോ. റെഡി. അല്ല, എല്ലാവരും ഇവിടെ വന്നിരിക്കാണ്. അവിടെ കൂടായിരുന്നല്ലോ. എന്തിന്? അങ്ങേർക്കൊരു കമ്പനി ആവുമല്ലോ, അവരോട് ഇരിക്കട്ടെ. വാ ഡാ, കുറച്ചാ പാവത്തിനും കൂടി കൊടുത്തേക്കണേ. വാ. എല്ലാവരും അധികം നേരം നിൽക്കാതെ അങ്ങോട്ട് വരണേ. വാ. വണ്ടി വണ്ടി അങ്ങനെ പോയല്ലോ. നിന്നോട് കാറി നിൽക്കാൻ പറഞ്ഞേ. നിന്നോട് നിൽക്കാൻ പറഞ്ഞു. എന്താണ്
മോനെ, ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും നീ അവരെ കണ്ടിട്ടുണ്ടോ? നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? എന്റെ ആങ്ങളുടെ മോൻ ഒരു കോൺസ്റ്റബിളാ. നാളെ രാവിലെ ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം. എന്നാലും ഇതിപ്പോ ആരായിരിക്കും? മായൻ. ആരാ? അതവനാണ് മായൻ. നമുക്കേ പോലീസ് പരാതിപ്പെട്ടാലോ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും ആ പണം ആരുടെ കയ്യിലാണെന്ന് ഒരു പിടിയുമില്ലല്ലോ. വിക്രമൻ പർത്തി സർ. അവൻ വിചാരിച്ച ചിലപ്പോൾ മായന്റെ അടുത്ത് എത്താൻ പറ്റും. ഗുണ്ടേ, പേടിക്കണ്ട, എന്റെ കൂട്ടുകാരന്. അവൻ എവിടെയുണ്ട്? കുറച്ച് ദൂരെ. എവിടെയാണെങ്കിലും ഞാൻ പോയി കാണാം. അവനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ മായനോട് നേരിട്ട് സംസാരിച്ചോളാം. വിവരക്കേട് പറയില്ല. ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കണമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോഴാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതമായി അയാൾ വന്നത്. ഇനി അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ പ്രായത്തിൽ മരിക്കാനും എനിക്ക് ഭയമില്ല. കുട്ടേട്ടൻ ജീവനോടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ തിരിച്ചുകൊണ്ടുവരും. അയാൾക്ക് കാശാണ് വേണ്ടതെങ്കിൽ ഇതെല്ലാം വിറ്റുപേർക്ക് ഞാൻ കൊടുക്കും. നീ തനിച്ചു പോണ്ട, ഞാനും വരാം. നിങ്ങളൊക്കെ പോയാൽ ഞാനെന്തിനു ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഞാനും വരും. അയ്യോ അയ്യോ, നിങ്ങൾക്കൊക്കെ വട്ടായോ? തീർത്ഥാടനത്തിന് പോണ കാര്യമല്ലേ പറഞ്ഞേ? നിർത്തടാ, ഞാനും ഉണ്ട്. കുറച്ച് ദിവസം സീരിയൽ ബേബി നോക്കാൻ നമുക്ക് ആ മേരി ഇവിടെ നിർത്താം. ഒന്നും പറ്റിയില്ലെങ്കിലും ചാവുന്നതിന് മുമ്പ് ആ മായം തണ്ടിയെ പണിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. നീയും വരണം. ഞാനോ? ആ, നീ വരും. എന്തിന്? ആ കുട്ടേട്ടനെ കൊണ്ട് കാലം പണിട്ട് കൊടുത്തത് നീയാ. അതുകൊണ്ട് നീയും വരണം. അയ്യോ, നീ പേടിക്കണ്ടടാ. നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തിക്കും. അങ്ങോട്ട് നോക്കി. അത് കണ്ടോ? അത് നല്ല ഇത് എന്തോന്നത്? വൃദ്ധസാറിന് ടൂർ വന്നിരിക്കണം. അതുകൊണ്ട് നീ വാ പറയാം. വാ, ചുമ്മാ ഒന്ന് ബഹുമാനിച്ചേര്. ഞാൻ പറഞ്ഞില്ലേ വിക്രമൻ. നമസ്കാരം. സന്തോഷമായി. മായനായിട്ട് പണിയാനാണോ നീ അമ്മച്ചിമാരായിട്ട് ഇങ്ങോട്ട് വന്നത്? ആരാടാ നിന്റെ അമ്മച്ചി? ഓ, എങ്ങനെ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണം നിങ്ങളെ എന്നാ ഞാൻ കുമാരി എന്ന് വിളിക്കട്ടെ? വിക്രമ, എന്തോ നീ ശരിക്കുള്ള പർദീസ കണ്ടിട്ടുണ്ടോ? കണ്ട അമ്മച്ചി എവിടുന്ന് സീരിയസ് ആയി. ചുമ്മാ എന്റെ പൊന്നു ചേട്ടത്തിമാരെ, നിങ്ങൾ പറഞ്ഞ ഈ സംഭവം ഞാൻ നേരത്തെ അറിഞ്ഞതാ. ആ വീഴ്ചയ്ക്ക് ശേഷം മായന്റെ അച്ഛൻ രാജുഭായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. മായന്റെ കയ്യിരിക്കുന്ന വജ്രായുധം നിങ്ങൾ കണ്ടോ? അയാളെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? മായന്റെ അച്ഛൻ രാജുഭായ് മംഗലാപുരത്തെ ഹവാല ഇടപാടുകൾ അടക്കി ഭരിച്ചിരുന്ന ഡോൺ. മായൻ മരണം പോലും അവനെ കണ്ടാൽ പേടിച്ചു മാറി നിൽക്കും. മായന്റെ അനിയൻ ഇന്ദ്രൻ. ഇവൻ ഉണ്ടായതോടുകൂടി രാജുഭായിയുടെ ഭാര്യ രാധമ്മ ക്ലോസ്. അവനെ വളർത്തിയത് അവിടെയുള്ള ഗുണ്ടകളാണ്. ഇന്ദ്രനെ കൂടെ നിർത്തി പണി പഠിപ്പിക്കണമെന്ന് മാത്രമാണ് രാജുഭായ് മായനോട് പറഞ്ഞ അവസാനത്തെ ആഗ്രഹം.
അണ്ണാ അവനിവിടെ എത്തിയിട്ടുണ്ട് നീലൻ. പള്ളിപ്പറമ്പ് വെച്ച് ഞാൻ അവനെ കണ്ട്. ജോസേ വണ്ടി എടുക്ക്. വണ്ടി എടുക്കും കേറിക്കോ. എടാ ഈ വേഷത്തിൽ നീ എങ്ങോട്ടാ? അണ്ണാ താമസം ഞാൻ പോവും, പിന്നെ കിട്ടൂല. അതൊന്നും പ്രശ്നമല്ല, നീ പോയി വേഷം മാറിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ദേശമൊക്കെ ഇത് മതി. നീ പറയുന്നത് കേട്ടാ മതി, നീ വേഷം മാറിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യോളാന്ന് പറഞ്ഞില്ലേ? എന്തോ മാറ്റാ പോരാ. ആ എവിടെ പോയാലും നല്ല നീറ്റായിരിക്കണം. നമ്മുടെ സ്റ്റൈല് വിട്ട് ഒരു കളിക്ക് നിൽക്കരുത്. അതുപോലെ തന്നെ കൊല്ലാൻ പോവാണെങ്കിൽ ശരി. ഓക്കെ. ആ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് മാസ്. വണ്ടി എടുക്ക്. ആ മതിയടാ. ഇനി അവനെ വിട്ട്. വെട്ടട്ടെ? ആ ശരിയല്ല. വെട്ടടാ അവനെ, വെട്ടിക്കോ നീ. എന്താണ് ഇവനീ കാണിക്കുന്നത്? എടാ നീ ആ വാഴ വെട്ടിയോരെ വെട്ടടാ. അണ്ണാ ഇവനെ നമുക്ക് വെടിവെച്ച് വന്നാ പോരാ. നീ അവനെ വെട്ടുമ്പോ അവന്റെ ചോര നിന്റെ ദേഹത്ത് എറിക്കണം. അത് നിനക്ക് കിട്ടുന്നൊരു മെഡലാണ്. വെടിവെച്ച് കൊല്ലാനൊക്കെ ആർക്കും. ഇവൻ എനിക്ക് പറ്റിയൊരു തണ്ടിയല്ലെന്നേ. തണ്ടിയല്ല, നീ വെട്ട്. ആ നീ തീർന്നടാ, നീ തീർന്ന് വെട്ടങ്ങ്. ഇവ ശരിയാവില്ല. കുറച്ചുകൂടെ ഗ്ലാമർ ഉള്ള ഒരുത്തനെ കിട്ടും. ഗ്ലാമർ ഉള്ള ഒരുത്തനോ? ഗ്ലാമർ ഇല്ലാത്തവന്റെ ചോരക്കാണ് ഭംഗിയുള്ളു. നീ വെട്ട്. അറപ്പിക്കുന്നു. നിർത്ത്. വേറെ വാർത്തലെടുത്തു. ശരിയാവുന്നില്ല. ആ എനിക്ക് മനസ്സിലായി. നീ തൽക്കാലം അതീ വെട്ടിപ്പടി. എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്തുകൂടാ. അത് തന്നെ, അതേപോലെ ഇവിടെ ഒന്ന് വെട്ടാ. കൈ സൂക്ഷിക്കണേ. വെട്ട്. ഇവിടെ ഒന്ന് വെട്ട്. കഴുത്ത് നോക്കി വെട്ട്. എത്ര ഉള്ളൂ. അവരുടെ കൈ പോകാൻ നോക്കണം. നീ വെട്ടിക്കോ. കഴുത്തിന് വെട്ടിയാണ്. കൈ മാറണേ. എന്തൊക്കെയാണോ? ഏയ് ഒന്നുമില്ലടാ, നമ്മുടെ ചെക്കൻ വലിയ ആളായി. ഡിഗ്രിയൊക്കെ പാസ്സായ ഓരോരുത്തൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ പറ, കുട്ടമ്പിള്ള ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറ. ഇല്ല. നിനക്കെങ്ങനെയാ അവനെ പരിചയം? അത് ഞാൻ ഈ ചെറിയ ഹവാല ഏർപ്പാടുകളിലൊക്കെ മധ്യസ്ഥനായിരുന്നു. പിന്നെ ഇയാൾക്കൊരു വലിയ ആന്റിക് ശേഖരമുണ്ട്. അപ്പൊ ചില നല്ല സാധനങ്ങളൊക്കെ കിട്ടുമ്പോ അവിടെ കൊണ്ടുപോയി വെക്കാറുണ്ട്. അവന്റെ അടുത്ത് എങ്ങനെ എത്താൻ പറ്റും? ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലേ? ചാവാൻ അത്രയ്ക്ക് കൊതിയായി. നിനക്ക് വട്ടായോടെ ഈ കളവുമാരെ കൊണ്ട് പകരം ചോദിക്കാൻ പോലെ. ഇവിടെ ചാവുന്ന കാര്യം പറയുമ്പോ സുഖമായിട്ട് തുറങ്ങുന്നു. നിർത്തടാ. ആരാണ് നിന്റെ തള്ള? നിന്നെ ഞാൻ നിനക്ക് ഞാൻ പറയണമെന്ന് മനസ്സിലാവുന്നില്ലേ? ഇതെങ്ങാനും മായനറിഞ്ഞാൽ ഗംഗയിൽ ഒഴുക്കാൻ ഒരു കഷ്ണം എല്ല് പോലും തരില്ല. നീ അല്ലേ പറഞ്ഞ നീ നാട് പറപ്പിക്കുന്ന വലിയ ഗുണ്ടയേക്കാന്ന്? ഗുണ്ടയൊക്കെ തന്നെ, എന്നാലും ജീവിച്ചിരുന്നാലേ ഗുണ്ടയായിട്ട് കാര്യമുള്ളൂ. നീ ഞങ്ങളിലൂടെ വരണം, മായനുമായിട്ട് സംസാരിക്കണം. പിന്നെന്ത്? എന്റെ പട്ടി വരും. അങ്ങേരെ പണിഞ്ഞവന്റെ വക്കാലത്ത് പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാൻ എന്റെ തലയ്ക്ക് ഓളൊന്നുമില്ല. നീ വരില്ല. ഇല്ല. നീ ഒരു കാലത്തും കൂടെ പിടിക്കത്തില്ലടാ. നീ നോക്കിക്കോ, ഒരു പട്ടി പോലും നോക്കാതെ ഞാൻ വരാം. എന്തോ. ഹലോ. ആ എത്തി മോനെ, ദർശനവും കഴിഞ്ഞ്. ആ എല്ലാരും ഉണ്ട്. അയ്യോ മോനെ, പ്രസാദം കൊണ്ടുവന്ന് വാങ്ങിക്കട്ടെ, പിന്നെ വിളിക്കാം. റോസ്മേരി എവിടെ? ഇത് ഞാൻ എടുത്തോട്ടെ. എന്നെ റോസ്മേരി ചേച്ചി എവിടെ?
നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ കളവേള കൊണ്ട് ഇതിനൊന്നും പോകരുതെന്ന്. നിനക്ക് ജീവിക്കാൻ കുത്തിയോട്ട് എന്റെ കൂടെ ഞാൻ പോകും. നടു ചെറുതായൊന്നും വെട്ടിയെന്നേ ഉള്ളൂ. കുറച്ച് കിടന്നാ മതി, ഇതിപ്പോ ശരിയാവും. ഇപ്പൊ വരാം. എങ്ങോട്ട് പോകരുത്? ഇപ്പൊ വരട്ടെ. തള്ളേ പോകരുത്. പോകരുത്. ആരാടാ? അറിയില്ലെന്ന്. 5-6 പേരുണ്ടായിരുന്നു. അവർ മുഖം മറിച്ചതൊന്നും കാണാൻ പറ്റിയില്ല. അണ്ണൻ സൂക്ഷിക്കണം. ആ ഫോണിങ് താ. ആ ഫോണിങ് തരാൻ. അവനെവിടാ? നീയാണോടാ ഗുണ്ട? അവന്റെ നമ്പറാടാ. മായിന്റെ നമ്പർ തരാൻ. തരാനല്ലേ പറഞ്ഞത്? മൊബൈൽ തരാ. ഹലോ. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല, പക്ഷേ നിനക്ക് ഞാനൊരു സമ്മാനം കൊടുത്തുവിട്ടിട്ടുണ്ട്. ആശുപത്രി ചെന്ന് കണ്ടു കാണുമല്ലോ. എന്താ നീ പണിഞ്ഞത് എന്റെ ആളെയാ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മുതൽ ഞാൻ കാണും നിന്റെ പുറകിൽ. നീ എന്റെ മരണം വരെ. ആരാടി നീ? ഞാൻ ഡാഗിനി. ആനയ്ക്ക് എത്ര വലിയ ശരീരം ഉണ്ടെങ്കിലും ചെറിയൊരു തോട്ടി അതിന്റെ ദേഹത്ത് തൊട്ടാ അതാപ്പട്ടം നിൽക്കും. എത്ര വലിയ കൊലകൊമ്പനായാലും അവൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, ഭയം. അതാണിനി നമ്മുടെ ആയുധം. നമ്മളിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും അവന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. വിക്രമ, ഒരു വഴിയുണ്ട്. അമ്മച്ചോരെ, അയാളുടെ തന്തെ നോക്കാൻ വേണ്ടി ഒരു ജോലിക്കാരി വേണമെന്ന് മായ എന്നോട് പറഞ്ഞായിരുന്നു. എങ്കിൽ ഞാൻ പോവാം. ആദ്യം അവന്റെ വീടിനകത്ത് കയറി പറ്റണം. പ്രായമായ തള്ളമാരാകുമ്പോ എവിടെയും കയറി ചെല്ലാം. ആർക്കും ഒരു സംശയം തോന്നില്ല, അല്ലേടാ? പ്രായമായ തള്ളയാൻ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അപ്പാ, ഇവരെന്ന പോലെ ഇവിടെ വീട്ടുജോലിക്ക് നിർത്തുവാ. ഞാനങ്ങോട്ട്. ഇനി അവരെന്തെങ്കിലും കുഴപ്പം കാണിച്ചാല്? അയ്യോ, അവരൊന്നും ചെയ്യണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അവരെന്ത് ചെയ്യാൻ? നിനക്കുള്ള പണി ഞാൻ പാലും വെള്ളത്തിൽ തരും.
എന്താ എന്തു പറ്റി? ഈ മുറി എന്താ അടച്ചിട്ടിരിക്കുന്നത്? അതങ്ങനെ തുറക്കാറൊന്നുമില്ല. ഇതിലെന്താ ഉള്ളത്? അതിനകത്ത് കുറെ പഴയ സാധനങ്ങളാ. എന്താ തനിക്ക് വേണോ? എനിക്ക് വേണ്ട. എന്നാ വാ. ஐயா அம்மா பசங்களா வாங்க வாங்க ஓடி ஓடி வாங்க. இந்த உலகத்துல யாரும் காட்டாத வித்திய நாங்க காட்டுறோம். இல்ல இல்ல മോളിച്ചേട്ടത്തെ അവിടെ മൊത്തം നോക്കി, കുട്ടമ്പിള്ള അവിടെയൊന്നും ഇല്ല. ആ മോളിച്ചേട്ടത്തെ അവിടെ നിർത്തി വെറുതെ കുരുതി കൊടുക്കണം. അതൊരു രാവണ കോട്ടയാ. ഈ രാവണന്റെ കോട്ട തകർക്കാൻ വന്ന ഹനുമാൻ സ്വാമിയുടെ കഥ നീ കേട്ടിട്ടുണ്ടോ? അടുത്ത വട്ടം ഒരു ഗുണ്ടയെ പണിയാൻ വരുമ്പം നിങ്ങൾ വായിക്കുന്ന അമർചിത്ര കഥയും കൂടെ ഒന്ന് കൊണ്ടുവരണം. അവള് പറഞ്ഞത് ശരിയാ. അടുത്തത് ലങ്കാദഹനം. അവന്റെ കോട്ടയൊന്ന് ഇളക്കി മറിക്കണം. എന്താ? ലങ്കാദഹനം. നിങ്ങളിവിടെ നശിപ്പിക്കോ? എന്താ? എടുത്തോടും പോണേ ഇതിനെ കണ്ടില്ലെന്ന്. എന്താടാ വെള്ളം വെക്കുന്നത്? അയ്യോ കരടി. കരടിയല്ല കുറക്കാം. അണ്ണാ വെടിവെക്കില്ല 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 വെടിവെക്കില്ല. എല്ലാരും ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാം. പണിയിട്ടും അണ്ണാ മനുഷ്യനെ കൊല്ലുന്നവരല്ല, ജാമ്യം പോലും കിട്ടൂല. കൂൾ കൂൾ കൂൾ. ഇത് ബുദ്ധിമുട്ട് പിടിച്ചോണ്ട് പോടാ. മൊബൈലൊന്ന് വാങ്ങിച്ചാടാ. അണ്ണാ ഇതിന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. നീ എന്തെങ്കിലും കാണിച്ചു തരാം. ഏനും കണ്ടില്ലേ ആരോ
ഓനും കണ്ടില്ലേ ആരോ ചാടിക്കൊത്തുന്നേ ആരോ ആരോ. മോളി സാർ. അടുക്കള ആ ഭാഗത്തല്ലേ? ഓ മേലെ ഈ ഭാഗത്ത് ഒന്നും വിടും പൊക്കോണം. ഓ ഇങ്ങനെ ആരും ഇവിടെ വരാതെ നോക്കിക്കോണം, കേട്ടല്ലോ? മാറിപ്പോകുന്നേ ആരോ ആളിക്കത്തുന്നേ ആരോ. എവിടെ പോയാലും ആളെ ആളിക്കത്തുന്നേ ഈറാ. മാളപ്പൊത്തേറി ഒളിയവേ മാനത്തുഞ്ചത്ത് മറയവേ ഓടിക്കണ്ടെത്തി അരിയുമേ ഇരകളെ. പിന്നിൽ നിന്നാരോ പണിയവേ ഉന്നം മാറാതെ എറിയവേ തെന്നിപ്പോകുന്നേ വിടരുതേ ഇനിയിതാ തുടരുമേ. ഒരു ടവല് വേണമായിരുന്നു. മോളെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നില്ലേ? കൂത്തി മോലത്തണികളോ. എന്താ എത്ര ധൃതി? അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. അല്ല പിന്നെ ഇവിടെ വന്നിട്ട് പുറത്തൊന്നും ഇറങ്ങിയില്ലല്ലോ. ഇല്ല. നിന്നെ ഞാൻ ഈ നാടൊക്കെ കൊണ്ട് നടന്ന് കാണിക്കാം. ഒരു ദിവസം പോകാം. ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കണ്ട.